ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഗുഡ് ഡേ ബിസ്ക്കറ്റ് കൊണ്ട് 2 ഈസി റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. ഇതൊരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള കേക്കാണ്. കൂടാതെ നമ്മൾ ഇതിൽ മുട്ടയൊന്നും ചേർക്കാതെ പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ ക്രീം തയ്യാറാക്കുന്ന റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 200 ഗ്രാമിൻ്റെ ഒരു ഗുഡ് ഡേ ബിസ്ക്കറ്റ് വെച്ചാണ് ചെയ്യുന്നത്. ഇത് മുഴുവനും ചെറുതായി പൊട്ടിച്ച ശേഷം ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയെ ഞാൻ ചേർക്കുന്നുള്ളൂ. ബിസ്ക്കറ്റിൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 കപ്പ് പാലും ചേർത്ത് കൊടുക്കാം. പാല് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ബാറ്റർ ഒഴിക്കാനായി ഞാനൊരു പാത്രത്തിൽ ഓയിൽ തടവി അല്പം മൈദ വിതറി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു പാൻ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് അടുപ്പിൽ വെക്കുകയാണ്. ഇനി ഞാൻ കേക്കിൻ്റെ ടിന്ന് പാനിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കാം. 20 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്കുള്ള ക്രീം നമുക്ക് അപ്പോഴേക്കും റെഡിയാക്കാം. ഇനി 3 സ്പൂൺ തിളപ്പിച്ച പാലിലേക്ക് 2 പാക്കറ്റ് ഡയറി മിൽക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ക്രീം റെഡിയായി. ഇനി നമുക്ക് കേക്ക് ഒന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണയാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് പൊടിയും ചെറീസും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ കേക്കാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതേ ബിസ്ക്കറ്റ് കൊണ്ട് തന്നെ ഒരു പുഡിംഗ് കൂടി തയ്യാറാക്കാം. ഇനി ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇതേപോലെ ഒരു ലെയറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി അടുത്ത ലെയർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്കൊരു 12 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ബിസ്ക്കറ്റ് ഒന്ന് അലിഞ്ഞ് വരാനായിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം തിക്നെസ് വരാനായിട്ട് ഞാൻ 3 സ്പൂൺ പാലിൽ 2 സ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തിക്കായി വരുമ്പോഴേക്കും ഞാൻ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും ഒരു ഡയറി മിൽക്ക് എടുത്ത് പൊട്ടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുത്ത ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ഒരു ലെയർ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഭംഗിയാക്കാം. അപ്പം നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക.